ഞങ്ങൾ കൊല്ലത്തുകാർ വലിയ ഒരു ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, കലാമാമാങ്കത്തിന് വേണ്ടി. പക്ഷേടാ MLA ആണ്, എന്തായി ഒരുക്കങ്ങൾ എന്തായി? അല്ല, ഒരുക്കങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. 14 കൊല്ലം മുമ്പ് ഇവിടെ നടന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എല്ലാ വേദികളിലും ജനസമുദ്രമായിരുന്നു. ആ മിമിക്രിയൊക്കെ നടന്ന വേദികളിൽ ഇരിക്കാൻ സ്ഥലമില്ലാതെ തള്ളലും ബഹളമൊക്കെ. അപ്പോൾ അതൊക്കെ കൊല്ലംകാരുടെ ഒരു പ്രത്യേക സവിശേഷതയാണ്. കാര്യം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് അവർ രാവിലെ തന്നെ എല്ലാം ഈ പാർട്ടിസിപ്പൻസും അവരുടെ അധ്യാപകരും രക്ഷകർത്താക്കളും ഒരു വണ്ടി പിടിച്ചോ അല്ലെ ഓട്ടോ പിടിച്ചോ ഓടുന്നത് പോലെ ഓഡിയൻസ് ഓടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ലേ? ഞാൻ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിലും നാടക മത്സരത്തിലും യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ കൊല്ലം SN കോളേജിൽ വെച്ച് നടന്ന ഒരു യൂണിവേഴ്സിറ്റി യുവജനോത്സവം മിമിക്രിക്ക് 1ാം സമ്മാനമായിരുന്നു. അന്ന് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കേരള യൂണിവേഴ്സിറ്റി അല്ല, MG യൂണിവേഴ്സിറ്റി ഇല്ല. എറണാകുളം മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എല്ലാം തിരുവനന്തപുരം വരെയുള്ള. അപ്പോൾ ഒരു ഐറ്റമൊക്കെ ഏകദേശം 250 പേരൊക്കെയാണ് മിനിമം. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 4 മണിയൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ അന്നൊക്കെ ഞാൻ ഈ ജഡ്ജസിനെ നോക്കി അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇവർ രാവിലെ വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് ഒരാളിനെ ജഡ്ജ് ചെയ്യുന്നു, രാവിലെ 6 മണിക്കോ 7 മണിക്കോ നടന്ന ഒരു മത്സരാർത്ഥി എങ്ങനെ ഓർക്കും? താരതമ്യം ചെയ്ത് വേണ്ട ഇത് എടുക്കാൻ. എന്തായിരുന്നു അന്ന് അവതരിപ്പിച്ചേ? അന്ന് ഞാൻ അവതരിപ്പിച്ചത് മിമിക്രിയിൽ ഈ നടന്മാരുടെ ശബ്ദമാണ്. അതിൻ്റെ ഒരു പുതുമയായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ സിനിമയിലുണ്ടായിരുന്ന ആൾക്കാരുടെ സിനിമയിലുള്ള ഇമേജ് വെച്ച് അവരുടെ ആദ്യ രാത്രിയിലെ ആദ്യ ഡയലോഗ് എന്തായിരിക്കും. ആദ്യ രാത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളൊക്കെ, അന്നത്തെ പെൺകുട്ടികളൊക്കെ തന്നെ മുഖം താഴ്ത്തും നാണം കൊണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അയ്യോ ആദ്യ രാത്രി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ അപ്പോൾ സിനിമയിലുള്ള ഒരു വലിയ ഇമേജ് അനുസരിച്ച് അന്ന് വില്ലനാണ് ഗോവിന്ദൻകുട്ടി. അപ്പോൾ ഗോവിന്ദൻകുട്ടി ചേട്ടൻ്റെ മുറിയിലേക്ക് ആദ്യ രാത്രി പാലുമായിട്ട് വരുമ്പോൾ നാച്ചുറലി അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആദ്യ രാത്രിയിൽ പാലും കൊണ്ടുവരികയാണോ, നീ അത് കൊണ്ടുവച്ചിട്ട് വല്ല വെട്ടിരുമ്പോ പട്ടച്ചാരായമോ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആളുകൾ എഴുന്നേറ്റ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കമലഹാസൻ വന്നിട്ട് പ്രഥമ രാത്രിയിലെ പാല് കുടിച്ചാണ് എനിക്ക് തടിയെന്നുള്ളത് അവൾ അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു പ്ലേ ബോയ് ഒരു സംഭവമാണ്. അപ്പോൾ അത് ആളുകൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാണ്. കോളേജിലൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ ഫസ്റ്റ് ഡയലോഗ് പറയുമ്പോൾ തന്നെ ആൾക്കാർ കൂടെ വരികയാണ്, കയ്യടിയും ചിരിയൊക്കെയാണ്. നമ്മൾ കുറേ ടീം റിപ്പോർട്ടേഴ്സും ക്യാമറമാരും ഒക്കെ വരുന്നുണ്ട്. അവർ പലപ്പോഴും വിളിച്ചു ചോദിക്കുന്നത് ഇടയിൽ കൊല്ലം കണ്ടവനില്ല വേണ്ട എന്ന് പറയാൻ കാര്യം എന്തായിട്ടാ അങ്ങനെ പറയാൻ കാര്യം? അത് ഞാൻ ഒരുപാട് കൊല്ലംകാരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വ്യക്തമായ ഒരു മറുപടി ആരും തരുന്നില്ല. അപ്പം ഈ പണ്ടും പ്രാസത്തിന് നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലമാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന ഒരു പഴഞ്ചൊല്ലുമുണ്ട്, ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോകും. അല്ല, സമ്മാനങ്ങൾ വാങ്ങിച്ചോണ്ട് പോകും. ഒറ്റ കാര്യം ഇവിടെ കേട്ടോ, നമ്മുടെ ഇവിടെയൊക്കെ വരുന്ന ഒരു 10,000-ഓളം കുട്ടികളുണ്ട്. നമ്മുടെ ഭാഷയിൽ അവരെ ഒന്ന് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും ഇപ്പം കൊല്ലം ഭാഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ട്യൂണും കാര്യങ്ങളൊന്നുമില്ല. ചില പദങ്ങൾ, പിന്നെ ചില ഒരു ലാഗ്, ഏടേ നീ എവിടെ ആയിരുന്നടേ എന്നൊക്കെ പറയുന്ന ഒരു ലാഗുണ്ട്. അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പം എല്ലാവരും കൊല്ലത്ത് വന്ന് സമ്മാനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോടേ. വളരെ സന്തോഷം. ഓക്കെ ഏട്ടാ, തിരക്കുകൾക്കിടയിലും ഇത്രയും നേരം സംസാരിച്ചാലും ഓക്കെ.